ചേടാ ഇത് എന്തൊരു പ്രശ്ന, ഇവിടെ ആർക്കും റിലാക്സ് ആയിട്ടൊന്നും നടക്കാൻ പോലും പറ്റുന്നില്ല. Roboboy suit on. Roboboy suit on. താങ്ക് യു റോബോബോയ്, താങ്ക് യു. നീ എന്റെ മോന്റെ ജീവൻ രക്ഷിച്ചിരിക്കുക. നീ വന്നില്ലായിരുന്നെങ്കിൽ എന്റെ മോന്റെ അവസ്ഥ. ചേടാ നീ എന്തായി കാട്ടിക്കൂട്ടുന്നത്? നിനക്ക് ഒരുപാട് പവർ ഉണ്ടെന്നുള്ള ധിക്കാരോ അല്ലേ? ആ കുട്ടിക്ക് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലോ? വീർ, നീ ഒരു കാര്യം ചെയ്യ, അങ്ങോട്ട് മാറി നിൽക്ക്. ഈ ധിക്കാരം പിടിച്ച പെഹൽവാനെ ഞാനൊരു വഴിയാക്കാം. നീ മാറി നിൽക്ക്. അവനെ നീയല്ല, ഞാൻ കൈകാര്യം ചെയ്തോളാം. ചിണ്ടു നീയോ? അല്ല ചിണ്ടു, നീ എന്താ ഇവിടെ? വീർ, ഇതെന്റെ ഫ്രണ്ടാ ചിണ്ടു. ചിണ്ടു, ഇതാണ് വീർ, ഇമ്മിലി, പിന്നെ ചുൽബുൾ. ഇവരെല്ലാരും എന്റെ ഫ്രണ്ട്സാ. ഹായ് ചിണ്ടു, ഇന്നു മുതൽ നീയും ഞങ്ങളുടെ കൂട്ടുകാരനാണ്. പിന്നെ ചിണ്ടു, ഇപ്പൊ എല്ലാവർക്കും നിന്റെ മാജിക് പവർ കാണിച്ചതല്ലേ, ഇനി അത് മാറ്റിയേക്ക്. ഇന്നാ പിടിച്ചോ. വീർ, ഞാൻ ചിണ്ടുയുടെ കൂടെ നാടും ചുറ്റി നഗരം ചുറ്റി വന്നേക്കാം. ഞങ്ങൾ എത്ര വർഷം കഴിഞ്ഞിട്ടാ മീറ്റ് ചെയ്തെന്ന് അറിയാവോ? ആ പറഞ്ഞോ ചിണ്ടു. പറയേ ചിണ്ടു, നിന്റെ ആ ചാട്ട് കഴിക്കുന്ന സ്വഭാവം നിനക്ക് ഇപ്പോഴും ഉണ്ടോ? നിനക്ക് ഒരു മാറ്റവും ഇല്ലല്ലേ? തീർച്ചയായിട്ടും. ഞാൻ അന്നത്തെ പോലെ തന്നെ ഇന്നും. എനിക്ക് ഇപ്പോഴും ചാട്ട് കഴിക്കാൻ വളരെ ഇഷ്ടമാണ്. എത്ര തിന്നാലും കഴിച്ചോണ്ടേയിരിക്കും. അന്നത്തെ കാലം എത്ര സുന്ദരായിരുന്നല്ലേ? നമ്മളെ ദിവസം കളിക്കുമായിരുന്നു, കഴിക്കുമായിരുന്നു. പക്ഷെ ഒരു കുഴപ്പമില്ല. ഇനി മുതൽ നമ്മൾ രണ്ടുപേരും എപ്പോഴും ഒന്നിച്ചിരിക്കും. അത്രേ ഉള്ളൂ. ഒരുപാട് കളിക്കാം, കുട്ടി കുറുമ്പുകളൊക്കെ ചെയ്യാം. ഇനി നീ എന്റെ കൂടെ ഇവിടെ തന്നെ ഉണ്ടാവണം. പറഞ്ഞ മനസ്സിലായല്ലോ? പിന്നെ വീറിനെ കാണാൻ നീ എപ്പോഴെങ്കിലും ഒക്കെ പോയി വന്നേക്ക്. ഓക്കെ? ഇല്ലില്ല, എനിക്ക് അവിടെ നിൽക്കുന്നതാ ഇഷ്ടം. അവിടെ കിട്ടുന്ന ചാട്ട് എന്റെ മാജിക് ചാട്ടിനേക്കാളും രുചിയാന്നേ. സത്യം പറയാണെങ്കിൽ വീറില്ലാതെ എനിക്ക് ജീവിക്കാനേ പറ്റില്ല. എന്നാ ശരി, നീ നിന്റെ വീറിന്റെ അടുത്തേക്ക് പോയിക്കോ. എടാ ചിണ്ടു, ഞാൻ പറയുന്നതൊന്ന് കേക്ക്. ചിണ്ടുവിന്റെ ദേഷ്യം ഇപ്പോഴും ഒട്ടും മാറിയിട്ടില്ല. പക്ഷെ അവന്റെ ദേഷ്യം അല്പം ഒന്ന് മാറിക്കഴിഞ്ഞാൽ അവൻ തിരിച്ചെത്തും. ഞാൻ അവന് വേണ്ടി ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യാം. എന്റെ കൂട്ടുകാരൻ ചിണ്ടുവിനെ എന്റെ കയ്യിൽ നിന്ന് ആർക്കും തട്ടിപ്പറിക്കാൻ പറ്റില്ല. വീർ, ഞാൻ ചിണ്ടുവിനെ നിന്റെ ജീവിതത്തിൽ നിന്ന് തിരിച്ചു കൊണ്ടുപോവുകയാണ്. നിങ്ങൾ തമ്മിൽ ഞാനൊരു വഴക്കുണ്ടാക്കും. നീ തന്നെ ചിണ്ടുവിനെ അടിച്ചു പുറത്താക്കും. വീർ വീർ, ഇന്നാ പിടിച്ചോ. ഇതാ നിന്റെ ഷട്ടിൽ കോർക്ക്. എന്നെ എന്തിനാ ഇങ്ങനെ തല്ലുന്നത്? എന്നെ കണ്ടിട്ട് മനസ്സിലാവണില്ലേ? ഇത് ഞാനാ ബണ്ടി. വേണ്ട, ഒന്ന് നിർത്ത്. എന്നെ വെറുതെ തല്ലരുത്. അല്ല, ഇത് ബണ്ടിയുടെ വോയിസ് ആണല്ലോ. ഇത് എവിടുന്നാ വരുന്നത്? അവൻ വേദന കൊണ്ട് കുളയുന്നത് പോലെയാണല്ലോ സംസാരിക്കുന്നത്. വീർ, ഞാൻ ഇവിടെ തന്നെയാണ് ഉള്ളത്. എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കൂ പ്ലീസ്. ചിണ്ടു, നീ ഇതെന്താ കാണിച്ചിരിക്കുന്നത്? നീ ഇതുപോലെ ഇനിയും ചെയ്താൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഞാൻ ചെയ്യും 100 പ്രാവശ്യം ചെയ്യും. അവൻ എപ്പോഴും നിന്നെ ഡിസ്റ്റർബ് ചെയ്യല്ലേ. അങ്ങനെയാണെങ്കിൽ ഞാൻ അവനെ ഡിസ്റ്റർബ് ചെയ്താൽ എന്താ കുഴപ്പം? ഞാനാണ് പറയുന്നത്. നീ ഇപ്പോഴും എന്നോട് വഴക്കുണ്ടാക്കാൻ വന്നിരിക്കുകയാണല്ലേ? കൂട്ടുകാരെന്ന് വെച്ച ചിണ്ടുവിനെ പോലെ വേണം. അവൻ ഒരിക്കലും എന്നോട് വഴക്കു കൂടാറില്ല. നീ ഇപ്പൊ എന്റെ ഓണറിലായിരുന്നെങ്കിൽ ഞാൻ നിന്നെ വിട്ടേച്ച് ചിണ്ടുവിന്റെ അടുത്തേക്ക് തിരിച്ചു പോകുമായിരുന്നു. എന്നാ പോയിക്കോ, നിന്റെ ഫ്രണ്ട് ചിണ്ടുവിന്റെ അടുത്തേക്ക് തന്നെ നീ പോയിക്കോ. വെറുതെ വീറിന്റെ കൂടെ വഴക്കുണ്ടാക്കണ്ട. എന്നാ ശരി. അയ്യോ, വീർ, എമിലി, ചുൽബുൾ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ക്യാരറ്റ് ഹൽവ റെഡിയാക്കി വെച്ചിട്ടുണ്ട് മക്കളെ. വാ, വന്ന് കഴിക്കേ. ഞാൻ ഇപ്പൊ എടുക്കാം. ലോകത്തിൽ വെച്ച് ഏറ്റവും നല്ല അപ്പൂപ്പൻ നിങ്ങളാണ്. ഹലോ അപ്പൂപ്പ. വാ മോനെ വാ, നീയും കൂടെ ചേർന്ന് ഇത് കഴിക്കേ.
എല്ലാവർക്കും കൂടെ ചേർന്ന് ക്യാരറ്റ് ഹൽവ കഴിക്കാം. പിന്നെന്താ, തീർച്ചയായിട്ടും. ഞാൻ എന്റെ മാജിക് പവർ കൊണ്ട് ഇതിന്റെ ടേസ്റ്റ് വീണ്ടും കൂട്ടിയിരിക്കുകയാണ്. ഇതെന്റെ കൂട്ടുകാർക്ക് കഴിക്കാൻ കൊടുത്തു നോക്ക്, അവർക്ക് ഭയങ്കര ഇഷ്ടവും. ചിണ്ടു, നീ എവിടെയാ? ചിണ്ടു, ഇപ്പൊ എങ്ങനെയുണ്ട് എന്റെ കളി? ഇതൊക്കെ എന്ത് തമാശയാ? നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? വീടിനകത്ത് എന്തിനാ നീ തവളകളെ കൊണ്ടുവന്നത്? വീർ, ഞാൻ കൊണ്ടുവന്നോ? ഞാനൊരു തവളയെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടൊന്നുമില്ല. പോകരുത്. തെറ്റ് ചെയ്തിട്ട് കള്ളത്തരം വരെ പറയുന്നു. ഇതെല്ലാം നീ ചെയ്ത തമാശയാണ്. നിനക്ക് നിന്റെ ഫ്രണ്ടിനെ കാണാൻ പോകണമെങ്കിൽ പൊയ്ക്കോ. ആവശ്യമില്ലാത്ത പരിപാടിയൊന്നും ഇവിടെ ചെയ്യണ്ട. പറഞ്ഞത് മനസ്സിലായല്ലോ? എന്തിനാണ് ഇതൊക്കെ ചെയ്തത്? ആദ്യം ഇതൊക്കെ മാറ്റ്. തവളകളെ പുറത്താക്ക്. ഓ, നീ വലിയ ഓണറാണല്ലേ? നിനക്കെന്റെ ഫ്രണ്ട്ഷിപ്പ് വേണ്ടാലേ? അപ്പൂപ്പ, നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇമിലിയെ ശരിക്കൊരു പാഠം പഠിപ്പിച്ചേക്കാം. ഹായ് ഇമിലി. സൈക്കിൾ ഓടിക്കുന്നതിനേക്കാളും പറക്കുന്നതിലാണ് രസം. ബൈ ബൈ. ശടാ, ഇംലി. ഇന്നാ പിടിച്ചോ. ചിണ്ടു, ഉടനെ ഇങ്ങോട്ട് വാ. നിനക്ക് എന്തായി ചിണ്ടു ഇപ്പൊ പറ്റിയത്? ഇമിലി സ്ലിപ്പായി താഴെ വീണിരുന്നെങ്കിൽ അവളുടെ അവസ്ഥ എന്താണെന്ന് അറിയോ ചിണ്ടു നിനക്ക്? ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. നീ നിന്റെ ഫ്രണ്ടിനെ കണ്ടിട്ട് വന്നത് മുതൽ നീ ഒരുപാട് മാറിപ്പോയി. നിനക്ക് തിരിച്ചു പോകാൻ ആഗ്രഹമുണ്ടെങ്കിൽ നീ പൊയ്ക്കോ. പൊയ്ക്കോ, ഞാൻ നിന്നെ ഫ്രീ ആയിട്ട് വിട്ടിരിക്കുക. നീ ഇത്ര പെട്ടെന്ന് മാറിപ്പോന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നതല്ല. ബായ് എമിലി, ബായ് ചുൽബുൾ. ഇനി ഞാൻ ഒരിക്കലും തിരിച്ചു വരില്ല. പക്ഷെ ഞാൻ പറയുന്നത് കേട്ടോ, സത്യത്തിൽ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. ഇംലി, തീർച്ചയായിട്ടും ഇതിൽ എന്തോ പ്രശ്നമുണ്ട്. ഒരുപക്ഷെ ചിണ്ടു എന്നെ വിട്ടു പോകുവാണെന്ന് വിചാരിക്കുവാണെങ്കിൽ തന്നെ അവൻ ഇങ്ങനെ ഒരിക്കലും കരയില്ല. നമ്മൾ തമ്മിൽ ഇങ്ങനെ വഴക്കുണ്ടാക്കാൻ വേറെ ആരോ ആണ് കാരണം. ആരായിരിക്കും അത്? ചിണ്ടു ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞ പിന്നെ ഓക്കെ ഓക്കെ, ഒരുപാട് ഇങ്ങനെ ഇമോഷണൽ ആകേണ്ട ഒരു കാര്യവുമില്ല. ഇപ്പൊ നീ ചെന്ന് നിന്റെ ജിൻ വേൾഡിൽ തന്നെയായിരുന്നു. ഇനി നമുക്ക് ഒന്നിച്ചിരിക്കാൻ പറ്റില്ല. പൊയ്ക്കോ. പോകുന്നതിന് മുമ്പ് എന്നെ ഒന്ന് അവസാനമായിട്ട് ഹഗ് ചെയ്തിട്ട് പോ. ചിണ്ടു, ഇതിൽ എന്തോ ഒരു പ്രശ്നമുണ്ട്. ഞാനിപ്പോ പറയുന്നത് പോലെ നീ ചെയ്താൽ മാത്രം മതി. ഓക്കെ 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 ചിണ്ടു, ഞാൻ നിനക്ക് വൈകുന്നേരം വരെ സമയം തരാം. പൊയ്ക്കോ. വൈകുന്നേരത്തിന് മുമ്പ് നീ ഒരു തീരുമാനം എടുക്ക്. നിനക്ക് എന്റെ കൂടെ ഇരിക്കണോ അതോ നീ നിന്റെ ജിൻ വേൾഡിലേക്ക് തിരിച്ചു പോകുന്നോ? വൈകുന്നേരം വന്ന് എന്നോട് പറ. ഓക്കെ ഓക്കെ, ഞാൻ വൈകുന്നേരം വന്ന് പറഞ്ഞേക്കാം. വൈകുന്നേരത്തിന് മുമ്പ് തന്നെ ഞാൻ ഇവിടെ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കും. പിന്നെ നീ ചിണ്ടുവിന്റെ മുഖത്ത് നോക്കാൻ പോലും ആഗ്രഹിക്കില്ല. ഇംലി, എനിക്ക് തോന്നുന്നത് ചിണ്ടു തീർച്ചയായിട്ടും തിരിച്ചു വരും. വീർ, എനിക്ക് വൈകുന്നേരം വരെ വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. നിനക്കും കൂടി ഒരു പാഠം പഠിപ്പിച്ചേക്കാന്ന് കരുതിയാ വന്നത്. എപ്പോഴും നീ എനിക്ക് ഓരോ അഡ്വൈസ് തന്നോണ്ടിരിക്കല്ലേ? ഇതെന്താ പറ്റിയത്? Roboboy suit on. Roboboy suit on. നീ വിഷമിക്കേണ്ട ചുൽബുൾ. നീ പറഞ്ഞത് ശരിയാണ് വീർ. ഇതിനെല്ലാം കാരണം ചിണ്ടുവാണ്. നീ പറഞ്ഞത് ശരിയാ. വാ, അവനെ വക വരുത്താനുള്ള സമയമായി കഴിഞ്ഞു. എടാ ചിണ്ടു, നിനക്ക് നാണമില്ലല്ലോടാ. വീറിനെ പോലെ നല്ലൊരു ഫ്രണ്ടിനെ എന്തിനാ ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്യുന്ന നീ? വീർ, ഇന്നു മുതൽ ഞാനാണ് നിന്റെ ബെസ്റ്റ് ഫ്രണ്ട്. നമുക്ക് രണ്ടുപേർക്കും എപ്പോഴും ഒന്നിച്ചിരിക്കാം. ഓക്കെ ചിണ്ടു, ഇന്നു മുതൽ നമുക്ക് രണ്ടാൾക്കും ഒന്നിച്ചിരിക്കാം.
പിന്നെ ചിണ്ടു, നിനക്ക് എവിടെ പോണോന്ന് തോന്നിയാലും നീ ഇപ്പൊ തന്നെ പൊയ്ക്കോ. ഇന്നു മുതൽ നീ സ്വതന്ത്രനാണ്. വീർ, അത് ചിണ്ടു അല്ല. അതെങ്ങനെ അല്ലാന്ന് പറയുന്നത്? അവൻ ജിണ്ടു തന്നെയാണ്. ഇത് ചിണ്ടു ആവാൻ ഒരു ചാൻസും ഇല്ല. എന്താ പറ്റാത്തത്? ഇവൻ ജിണ്ടു ആണ്, ജിണ്ടു ആണ്, ജിണ്ടു ആണ്. അല്ല, ചിണ്ടു ഞാനാണ്. ദേ നോക്ക്. സോറി. ഇത്രയും സമയം കൊണ്ട് നീയാണല്ലേ ഈ ഡ്രാമയൊക്കെ ചെയ്തത്. എന്താടാ നിനക്ക് വേണ്ടത്? എന്നെയും വീറിനെയും പിരിക്കാൻ നോക്കുവാണല്ലേ? പക്ഷെ ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് ഒന്നും അത്ര വീക്കല്ല, മനസ്സിലായോ? ജിണ്ടു, നമുക്ക് എല്ലാവർക്കും ഫ്രണ്ട്സ് ആയിട്ട് ഒന്നിച്ച് ജീവിക്കാൻ പറ്റും. ആരെയും ആരുടെ കയ്യിൽ നിന്നും ഒരിക്കലും വേർപെടുത്തേണ്ട ആവശ്യമില്ല. ചിണ്ടു, നീ ജിണ്ടുവിന് കൂടെ പോ. അവൻ പറയുന്നത് വരെ നീ കുറച്ചു ദിവസം അവനോട് താമസിക്ക്. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമല്ലേ നിന്നെ അവൻ കാണാൻ വന്നിരിക്കുന്നത്. ഐ എം സോറി വീർ, ഐ എം വെരി സോറി. ഇന്നു മുതൽ ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും കൂട്ടുകാരനായിരിക്കും. എന്താ ഇതൊക്കെ? നീ ഇത്രയ്ക്ക് വളർന്നതല്ലേ, എന്നിട്ട് നിന്റെ തല ചീക്കി തരാൻ അപ്പൂപ്പൻ തന്നെ വേണമല്ലേ? എന്ത് ചെയ്യാനാ? അപ്പൂപ്പൻ സമ്മതിച്ചാലല്ലേ എനിക്കത് ചെയ്യാൻ പറ്റൂ. ഇതാ മോനെ വീർ, പോയി ഇതൊക്കെ കഴിക്കണം കേട്ടോ. അപ്പൂപ്പ മതിയാക്ക്, ഞാൻ റോബോട്ടാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം നീ എന്റെ പൊന്നു മോനാ. അത്രേ ഉള്ളൂ. ബൈ, ഓൾ ദ ബെസ്റ്റ്. ചിണ്ടു, ചുൾബുൾ, നിങ്ങൾ രണ്ടാളും അങ്ങോട്ട് വന്നേക്കരുത്, പറഞ്ഞേക്കാം. ഇത് സ്കൂളിന്റെ ട്രിപ്പാണ്, മനസ്സിലായല്ലോ? ഓക്കെ വീർ, ഞങ്ങൾ അവിടേക്ക് വരികയില്ല. ഞങ്ങൾ ഇൻവിസിബിൾ ആയിട്ടേ വരുവുള്ളൂ, അല്ലേ ചുൽബുൾ? യെസ്, വീർ പറഞ്ഞാൽ നമ്മളത് ചെയ്തല്ലേ പറ്റൂ. ഇവര് രണ്ടുപേരും ഒരിക്കലും നന്നാവില്ല. സ്റ്റുഡൻസ്, ആദ്യം എല്ലാവരും ഊഞ്ഞാൽ അടിക്കൊള്ളൂ. അതിനുശേഷം നമുക്ക് എയർഫോഴ്സിന്റെ പ്ലെയിനകത്തേക്ക് കയറാം. ഓ, അപ്പൊ വീർ എയർഫോഴ്സിന്റെ പ്ലെയിനിൽ കയറി കറങ്ങാൻ വന്നിരിക്കുകയാണല്ലേ? നല്ല ചാൻസ് ആണല്ലോ. ഇത് ഇപ്പോൾ തന്നെ ബോസിനെ അറിയിക്കണം. വീർ, ഇന്ന് നിന്റെ 2 ശിങ്കിടികളെയും കാണുന്നില്ലല്ലോ. 2 ശിങ്കിടികൾ എന്ന് വെച്ചാൽ ആരെയാ നീ പറയുന്നേ? ഷടാ, നിന്റെ ആ ഡോങ്കി ചുൾബുള്ളും പിന്നെ ആ പൊണ്ണത്തടയും ചിണ്ടുവും. അയ്യോ, രക്ഷിക്കണേ, രക്ഷിക്കണേ, എന്റെ മോൻ അതിനകത്തായി പോയി. അയ്യോ, രക്ഷിക്കണേ, രക്ഷിക്കണേ, ആരെങ്കിലും ഞാൻ രക്ഷിക്കണേ. റോബോബോയ് സ്യൂട്ട് ഓൺ. ആദ്യം എന്നെ ഒന്ന് രക്ഷിക്ക്, ഞാൻ വലിയ കുട്ടിയല്ലേ. അതുകൊണ്ട് എന്നെ ആദ്യം രക്ഷിക്ക്, എന്നെ രക്ഷിക്ക്. താങ്ക് യു റോബോബോയ്, നീ എന്റെ കുട്ടിയുടെ ജീവൻ രക്ഷിച്ചിരിക്കുകയാണ്. താങ്ക് യു വെരി മച്ച്. രക്ഷിക്കേ. നിന്നോടാരാ അതിനിടയ്ക്ക് നടുക്ക് കയറി വരാൻ പറഞ്ഞത്? നീ അത് കണ്ടില്ലായിരുന്നോ? ഒരു കുട്ടി റോളർ കോസ്റ്ററിൽ കുടുങ്ങിപ്പോയി. ഞാൻ ജമ്പ് ചെയ്ത് അവനെ രക്ഷിക്കാൻ പോയതായിരുന്നു. നീ എന്നെയും കുട്ടിയും പൊക്കിക്കൊണ്ടുവന്ന് താഴെ ഇറക്കി വിട്ടിരിക്കുക. നീ എന്തിനാടാ എന്നെ അവിടുന്ന് താഴെ ഇറക്കി കൊണ്ടുവന്നത്? ഞാൻ വിചാരിച്ചിരുന്നെങ്കിൽ ഞാൻ സ്വയം ഇറങ്ങി വരുമായിരുന്നല്ലോ. സോറി ബണ്ടി, അടുത്ത പ്രാവശ്യം ഞാൻ നിന്നെ രക്ഷിക്കാൻ വരില്ല. താങ്ക് യു റോബോബോയ്. നീ എന്റെ റോബോ ക്രാഫ്റ്റ് എടുത്തോണ്ട് പോയിക്കോളൂ. എന്നിട്ട് വീറിനെ ഇവിടെ പിടിച്ചു കൊണ്ടുവന്ന് എത്തിക്കണം. ഈ റോബോ ക്രാഫ്റ്റ് എന്തിനുള്ളതാ ബോസ്? നീ അങ്ങോട്ട് നോക്കടാ. ഇതെന്റെ ലേറ്റസ്റ്റ് റോബോ ക്രാഫ്റ്റ് ആണ്. വീർ എവിടെയുണ്ടെങ്കിലും ഏത് സ്ഥലത്തുണ്ടെങ്കിലും അവനെ പിടികൂടിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് എത്തിക്കും. നീ ഇതിൽ കയറിയിരുന്ന് എന്ത് ചെയ്യണമെന്ന് ഇതിനോട് പറഞ്ഞാൽ മാത്രം മതി. ക്രാഫ്റ്റ് അത് ചെയ്തിരിക്കും. Boss, you were genius.
super duper genius. She's right, boss. She's right. ശരി, ഓക്കെ. ബോസിനെ ഒരു പ്രാവശ്യം പിടിച്ചു കാണിക്ക് ഇപ്പൊ തന്നെ. I am mad! Very, very mad! വിടൂ, എന്നെ വിടൂ, എന്നെ ഒന്നും വിട്ടേക്ക്, ചെയ്യരുത്. ബോസിനെ വിട്ടേക്ക്. ബോസിനെ വിടാനാ പറഞ്ഞത്. ഇനി നിന്നെ എന്റെ റോബോക്രാഫ്റ്റിൽ നിന്നും ആർക്കും രക്ഷിക്കാൻ കഴിയില്ല വീർ. ഞാൻ വളരെ റിലാക്സ് ആയിരുന്നു പ്ലെയിൻ ടേക്ക് ഓഫ് ചെയ്യാൻ പോവാ. ടേക്ക് ഓഫ് ചെയ്യട്ടെ? ചെയ്യട്ടെ? വണ്ടി അതിലൊന്നും പിടിച്ചൊന്നും ചെയ്യരുത്. 10 വർഷമായി ഈ പ്ലെയിൻ ടേക്ക് ഓഫ് ചെയ്തിട്ട്. അതിന്റെ എഞ്ചിനിൽ എന്തോ പ്രശ്നമുണ്ട്. അവന് പ്ലെയിൻ ടേക്ക് ഓഫ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നുന്നു. എന്നാ പറത്തിക്കളയാം. വണ്ടി പ്ലെയിൻ ടേക്ക് ഓഫ് ചെയ്തിരിക്കുകയാണ്. വണ്ടി പ്ലെയിൻ ടേക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞു. നീ ഇതെന്ത് കാര്യമാ ചെയ്തിരിക്കുന്നത് വണ്ടി? ഇല്ല, ഞാനൊന്നും ചെയ്തിട്ടില്ല. ഇതെല്ലാം ചിണ്ടുവിന്റെ മാജിക് ആണെന്നാ തോന്നുന്നത് എമിലി. ഞാൻ ചെന്നൊന്ന് നോക്കിട്ട് വരട്ടെ. ചേട്ടാ, ഞാനിവിടെ എന്തെടുക്കാ? Roboboy suit on. Roboboy suit on. റോബോക്രാഫ്റ്റ്, അവന്റെ കഥ അവസാനിപ്പിച്ചേക്ക്. പിന്നെ നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പോയത്? ഈ തീയൊന്ന് അണയ്ക്ക്. വീറിനെ പിടിച്ചു വെച്ചു. അവനെ വിടരുത്. Mr. Suit on. Mr. Suit on. എന്താ ഇത്? എന്റെ മിസൈൽ ഇതിപ്പോ എന്റെ നേർക്ക് തന്നെ വരികയാണല്ലോ.
അല്ല നീ ആരാ? എനിക്ക് നീ ആരാന്ന് പോലും അറിയില്ല. ഏത് പ്ലെയിൻ? ഓഹോ, പ്ലെയിനിനെ പിടിച്ചു നിർത്ത്. ഈ കാണുന്ന പ്ലെയിനിനെ ഒന്ന് നീ പിടിച്ചു നിർത്ത്. ഞാൻ എന്തിനാ പിടിക്കുന്നത്? ഇതിനെന്താ പറ്റിയത്? അല്ല നീ ആരാ? അയ്യോ, ഓടിക്കോ. നീയാണ് എപ്പോഴും ഞങ്ങളെ സഹായിക്കുന്നത്. എന്തു പറ്റി ചുൾബുൾ? ഇവരെല്ലാരും ചേർന്ന് എന്തിനാ കൈയടിക്കുന്നത്? അതൊരു വലിയ കഥയാ. നീ വീറിനോട് പോയി ചോദിക്കേ. ബണ്ടി, നീ പ്ലെയിൻ എങ്ങനെയാ ടേക്ക് ഓഫ് ചെയ്തതെന്ന് ഒരു പ്രാവശ്യം പറഞ്ഞു തരാവോ?